ശൃംഗി അച്ഛനേക്കാൾ വലിയ ഋഷിയാ, തപസ് കൂടിയാളാ. അപ്പം അദ്ദേഹം ഇടയ്ക്ക് ബ്രഹ്മാവിനെ കാണാൻ പോവുക, ദേവേന്ദ്രനെ കാണാൻ പോവുക, ദേവലോകമായിട്ടുള്ള മൂപ്പർക്ക് സമ്പർക്കം, അവിടെ ജോലി, ഇടയ്ക്ക് അവിടെ പോയി വരും, ചില ഉപദേശങ്ങൾ കൊടുക്കുക, നിർദ്ദേശങ്ങൾ വാങ്ങുക, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ദേവലോകത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന ഒരാളാണ് ഈ ശൃംഗി, ശമീകൻ്റെ മകൻ. ശൃംഗി ഒരിക്കൽ ദേവലോകത്തൊക്കെ പോയി വരണ വഴിക്ക് തൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അയാളുടെ പേര് കൃഷൻ എന്നാണ്. കൃഷൻ എന്ന് പറഞ്ഞാൽ ചടയൻ, ചടച്ചവൻ, പേരിൻ്റെ അർത്ഥതാ. ആ ശൃംഗിയുടെ ഫ്രണ്ട്, അതായത് മുനിനി, അദ്ദേഹം മുനികുമാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് കൃഷൻ എന്നാണ്. ശൃംഗിയെ കണ്ടപ്പോൾ കൃഷൻ പറഞ്ഞു, അച്ചലായി, താന് വലിയ മുനി ശൃംഗി. എന്താ സുഹൃത്തെ, കാര്യം പറയൂ, താൻ വലിയ തപസ്വല്ലേ, അതെന്താ സംശയം? പക്ഷെ തൻ്റെ അച്ഛൻ ഉണ്ടല്ലോ, അച്ഛനെന്ത് പറ്റി? അച്ഛൻ പോയി ശവം ചോക്കുക, ശവം ചോക്ക്. ആ തൻ്റെ അച്ഛനെ ഇപ്പം ചത്ത പാമ്പിനെ ചുമക്കാന്ന്. അതെന്താത് പറയടോ കൃഷൻ, കാര്യം ഞാൻ കേൾക്കട്ടെ. പരീക്ഷിത്ത് നായാട്ടിന് വന്നപ്പോൾ മാൻ ഓടിപ്പോയി. മാൻ്റെ വഴി ചോദിച്ചു വന്നപ്പോൾ തൻ്റെ അച്ഛൻ മറുപടി പറഞ്ഞില്ല. അത് ഈ കഥ പറഞ്ഞു. അദ്ദേഹം അവിടെ കിടക്കുന്ന ചത്ത പാമ്പിനെ തൻ്റെ അച്ഛൻ്റെ കഴുത്തിലിട്ട് അദ്ദേഹം പോയി. ആഹാ, ഇത് കേട്ടോടുകൂടി ശൃംഗിയുടെ കോപം അങ്ങോട്ട് ഉജ്ജ്വലിച്ചു. ഞാനാരാന്നിപ്പോൾ രാജാവ് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ശൃംഗി വെള്ളത്തിലിറങ്ങി ആചമനം ചെയ്തു. കൈയും കാലൊക്കെ കഴുകി വെള്ളം കയ്യിലെടുത്തിട്ട്, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഈ ചത്ത പാമ്പിനിട്ട പരീക്ഷത്തിന് ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചും മരിക്കട്ടെ